ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകണം. സംസ്ഥാനത്ത് ഓൺലൈൻ വഴി യൂറോപ്പിലേക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്ത തട്ടിപ്പ്. ലിത്വാനിയ, പോളണ്ട് എന്നിവിടങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങളാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് തട്ടിയത്. കൊല്ലം, തിരുവനന്തപുരം സ്വദേശികൾക്ക് പണം നഷ്ടമായി. ദുബായ് കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടന്നതെന്നാണ് വിവരം. കൊല്ലം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 1,10,000 അല്ല, 2,80,000 രൂപയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ നാട്ടിൽ ഓട്ടോ ഓടിക്കുന്നതാണ്, എൻ്റെ കയ്യിൽ അത്രയും കാശില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, 1 ലക്ഷം എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്ത് ഇനിഷ്യൽ പേയ്മെൻറ്റായിട്ട് 1,10,000, അതായത് അവിടുത്തെ ലോയറിൻ്റെ കാശ് 1,10,000 രൂപ അടച്ചാൽ മതി, ബാക്കി നിങ്ങൾ അവിടെ പോയിട്ട് ജോലി തന്ന ശേഷം കിട്ടിയ ശേഷം കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. തവണകളായിട്ട് അടച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഫേസ്ബുക്കിൽ ഇങ്ങനെ ആഡ് കണ്ടായിരുന്നു, ഇങ്ങനെ ഇത് ഇവരെ പേര് എക്സ്പോർട്ട് അഡ്വൈസ് എന്ന് പറഞ്ഞ് സൈഡിൽ ഇവരെ കമ്പനി നെയിമും, അങ്ങനെ 2-3 രാജ്യത്തിലേക്ക് പോവാം. അതായത് നെതർലാൻഡ്, ഇറ്റലിയ, പിന്നെ ഫിൻലാൻഡ്, ഇങ്ങനെ 2-3 രാജ്യത്തിലേക്ക് പോവാം. നിങ്ങൾക്ക് 3 ലക്ഷം രൂപ അടുപ്പിച്ച് സാലറി കിട്ടും എന്നൊക്കെ ഇവർ ആഡ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ആൻസി എന്ന് പറയുന്ന അവർ എന്നെ ദുബായിൽ നിന്നുള്ള ഒരു എക്സ്പോർട്ട് അഡ്വൈസ് എന്ന് പറയുന്ന ഏജൻസി വഴി എന്നെ വിളിക്കുന്നു. എനിക്ക് എൻ്റെ പൈസ വേണം. നമ്മൾ ഇത് മുന്നിലോട്ട് വന്നേ മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇവർ ആരെയും ഇനി പറ്റിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മുന്നിലോട്ട് ഇറങ്ങിയത്. വിവരങ്ങളുമായി ആർ റോഷിപാൽ നമുക്കൊപ്പം. ആർ റോഷിപാൽ, ഓൺലൈനായുള്ള തൊഴിൽ തട്ടിപ്പാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലമടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത് എന്താണ്? സുജയ പാർവതി, എക്സ്പെർട്ട് അഡ്വൈസ് എന്ന ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ തൊഴിൽ വാഗ്ദാനം ചെയ്ത് പണം സ്വരൂപിച്ച് അവർക്ക് തൊഴിൽ നൽകാതിരിക്കുന്നത്. ഇത് ഒരു മനുഷ്യക്കടത്തിന് സമാനമാണെന്ന സംശയം പോലീസിനുണ്ട്. ഈ കാര്യത്തിൽ കൊല്ലം വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 3 പരാതികളാണ് ഇപ്പോൾ കൊല്ലത്ത് ലഭിച്ചത്. ഒരു തിരുവനന്തപുരം സ്വദേശിയും 2 കൊല്ലം സ്വദേശികളുമാണ് പരാതി നൽകിയത്. ഇവരിൽ നിന്നും 2 പേരിൽ നിന്നും 5,70,000 രൂപയും ഈ തിരുവനന്തപുരം സ്വദേശിയിൽ നിന്നും 1,10,000 രൂപയും വാങ്ങി. ഇവർക്ക് ഏതാണ്ട് 9 മാസമായി ഇവരിൽ നിന്നും പണം വാങ്ങി. ഇതുവരെ ഈ പണം തിരിച്ചു നൽകുന്നുമില്ല, ഇവർക്ക് ജോലി നൽകുന്നുമില്ല. ഇതിൽ ഒരാൾക്ക് ഡ്രൈവറായും മറ്റ് 2 പേരെ വെയർ ഹൗസിൽ ജോലി നൽകാമെന്ന വാഗ്ദാനമാണ് നൽകിയത്. ഈ ദുബായിലുള്ള കമ്പനിയിൽ നിന്നും ഈ ജോലി വാഗ്ദാനം ചെയ്തപ്പോൾ അവിടെ ബന്ധപ്പെട്ട ഇതിന് പിന്നാലെ തന്നെ കൊല്ലം സ്വദേശിയുടെ സഹായത്തോടെയാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്ന് പറയുന്നു. കൊല്ലത്തുള്ള ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനം വഴിയാണ് ഈ പണമൊക്കെ വിദേശത്തുള്ള ദുബായിലുള്ള ഈ കമ്പനിക്ക് കൈമാറിയതും. ഇത് വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇതുപോലെയുള്ള ജോലി വാഗ്ദാനം ചെയ്ത് പണം സ്വരൂപിച്ച് തട്ടിപ്പ് നടത്തുന്നു എന്ന സംശയം പോലീസിനുണ്ട്. ഈ തട്ടിപ്പിന് എത്ര പേർ ഇരയായെന്ന് വ്യക്തമല്ല. കാരണം വലിയ രീതിയിലുള്ള പ്രതികരണം ഈ സാമൂഹ്യ മാധ്യമത്തിലെ പോസ്റ്റുണ്ട്. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമല്ല, അമേരിക്ക അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ തൊഴിൽ വാഗ്ദാനം നൽകുന്നുണ്ട്. പല തസ്തികകളിലേക്കാണ് തൊഴിൽ വാഗ്ദാനം. അതിൽ ഏറ്റവും ആകർഷണീയമായ രീതിയിലുള്ള ശമ്പളം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരാർക്കും ജോലി നൽകിയതായി കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. വളരെ വിശദമായി പരാതികൾ പരിശോധിക്കുമെന്നാണ് പോലീസ് പറഞ്ഞത്. ഇതിൽ മനുഷ്യക്കടത്തിൻ്റെ സാധ്യതയാണ് പോലീസ് സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടെ അന്വേഷിച്ച് മുന്നോട്ട് പോകാനാണ് പോലീസിൻ്റെ തീരുമാനം. മലയാളികൾ തട്ടിപ്പിന് ഇരയാകുന്നത് തുടരുകയാണ്. കൊല്ലം, തിരുവനന്തപുരം സ്വദേശികൾക്കാണ് ലക്ഷങ്ങൾ നഷ്ടമായത്. ഈ തട്ടിപ്പിന് ഇരയായ ആളുകൾ അത് കൂട്ടമായിട്ടാണോ? അതായത് ഈ ഒരു എക്സ്പെർട്ട് അഡ്വൈസ് കൂട്ടമായ ആളുകളെ, അതായത് കണക്ട് ചെയ്തുകൊണ്ട് പരിചയക്കാരെയും ഒക്കെ ഒന്നിച്ചു ചേർക്കുന്ന രീതിയിൽ അങ്ങനെയായിരുന്നോ ഇതിൻ്റെ ഒരു സംവിധാനം? സുജയ, ഇതിൽ ഫേസ്ബുക്കാണ് ഇവർ ഇതിനു വേണ്ടി, ഈ തട്ടിപ്പിന് വേണ്ടി അവർ ഉപയോഗിച്ചത്. ആ ഫേസ്ബുക്കിൽ കൃത്യമായി കാർഡുകൾ പരസ്യപ്പെടുത്തും. അത് ദിവസേന പല രാജ്യങ്ങളിലേക്ക് തൊഴിൽ വാഗ്ദാനം നൽകിയാണ് കാർഡുകൾ പ്രചരിപ്പിച്ചത്. അങ്ങനെ ഈ കാർഡുകൾ കണ്ട് അതിൽ താല്പര്യമുള്ളവർ ഇതിന് തൊട്ടു താഴെ അവരുടെ ഫോൺ നമ്പർ നൽകണമെന്ന് പറയും. അങ്ങനെ പിൻ ചെയ്ത അവിടെ ഫോൺ നമ്പർ നൽകി കഴിഞ്ഞാൽ ദുബായിലുള്ള ഈ എക്സ്പെർട്ട് അഡ്വൈസ് എന്ന സ്ഥാപനത്തിൽ നിന്നും ഇവരെ കോൺടാക്ട് ചെയ്യുകയും എത്രയാണ് അവർ നൽകേണ്ടത്, എത്ര തുക, ഈ വിസ ഫീസ് ഇനത്തിൽ എത്ര രൂപ നൽകണമെന്നൊക്കെ പറയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പണം നൽകണമെങ്കിൽ ഇവർ കൊല്ലത്ത് പോകണം. കൊല്ലത്തുള്ള ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനം വഴിയാണ് പണം സ്വീകരിക്കുന്നത്. ആ കൊല്ലം സ്വദേശി വഴി പണം കൈമാറിക്കഴിഞ്ഞാൽ പിന്നീട് ജോലി നൽകുമെന്നും പിന്നീട് തുടർച്ചയായി അവരെ വിളിക്കും. പക്ഷേ
ഒരു സമയം കഴിഞ്ഞാൽ ഇവർ വാഗ്ദാനം ചെയ്ത സമയപരിധിക്കുള്ളിൽ ഈ ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നീട് അവരെ ബന്ധപ്പെടാൻ കഴിയില്ല എന്നതാണ് ഒരു പ്രത്യേകത. ഇങ്ങനെ നിരവധി പേരെ അത് കൂട്ടമായും അല്ലാതെയും ഒക്കെ അവർ തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്നാണ്. പലരും പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. ഇനി ഈ വിവരം അവർ കുടുങ്ങിയെന്ന് പോലും പലർക്കും അറിയില്ല. പലരും ഇപ്പോൾ ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നുമുണ്ട്. ഏതായാലും ഇത് സാമൂഹ്യ മാധ്യമത്തിലൂടെ ആയതുകൊണ്ട് പലരും, കാരണം കണ്ണഞ്ചിപ്പിക്കുന്ന ഓഫറാണ്, ഈ ഓഫറിൽ പലരും വീണുപോയിട്ടുണ്ട്. കാരണം സംസ്ഥാനത്തൊക്കെ ഈ തൊഴിലില്ലായ്മ രൂക്ഷമായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും വിദേശത്ത് കടന്ന് രക്ഷപ്പെടാമെന്ന മോഹം എല്ലാവർക്കും ഉണ്ടാകും. അങ്ങനെയുള്ള സ്വപ്നവുമായി നടക്കുന്നവരെ ലക്ഷ്യമിട്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. മാത്രവുമല്ല, സാധാരണക്കാരാണ് തട്ടിപ്പിനിരയായത്. ഇപ്പോൾ നമ്മൾ കണ്ട പ്രതികരണം അതൊരു ഓട്ടോ ഡ്രൈവറാണ്. നേരത്തെ ഹെവി ഡ്രൈവറായി സൗദി അറേബ്യയിൽ ജോലി ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. ആ വ്യക്തിയാണ് ഈ പരസ്യം കണ്ടപ്പോൾ ഹെവി ഡ്രൈവറായി ജോലി ചെയ്യാനുള്ള ഒരു അവസരം അത് ലിത്വാനിയയിൽ ലഭിക്കുമെന്ന് കണ്ടപ്പോൾ അപ്പോൾ തന്നെ അവിടെ ഫോൺ നമ്പർ നൽകി പ്രതീക്ഷയോടെ കാത്തിരുന്നു. പിന്നീട് പണം അഡ്വാൻസ് നൽകുന്നു. പിന്നീട് ഒരു വിവരവുമില്ല. രണ്ടാമത് പരാതി നൽകിയ 2 പേർ അവർ പോളണ്ടിലേക്കുള്ള ജോലി സാധ്യതയാണ് അവർ തേടിയത്. അവർക്ക് പോളണ്ടിൽ വെയർ ഹൗസിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് പണം സ്വീകരിച്ചത്. പിന്നീട് അവർ ബന്ധപ്പെടുന്നില്ല, പണം തിരിച്ചു നൽകുന്നില്ല. ഇങ്ങനെ തുടങ്ങിയ തട്ടിപ്പുകൾ, ഇതിന് എത്ര പേർ തട്ടിപ്പിനിരയായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇങ്ങനെ ഇത് നിയമവിരുദ്ധമാണ്. കാരണം ഇവർക്ക് ഈ പോളണ്ട് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടക്കണമെങ്കിൽ നിയമത്തിൻ്റെ ഒട്ടേറെ നൂലാമാലകളുണ്ട്. അവിടെ ഇതൊന്നുമില്ലാതെ അവരെ മനുഷ്യക്കടത്തുന്ന രീതിയിൽ കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രാഥമിക പരിശോധനയിൽ പോലീസിന് അത് ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. യൂറോപ്പിലേക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഒരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. സമൂഹ മാധ്യമമാണ് അതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അറിയിപ്പുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ. അതിൽ വരുന്ന ഇതുപോലെയുള്ള ജോലി വാഗ്ദാനങ്ങൾ, തൊഴിലവസരങ്ങൾ, അതൊക്കെ കൃത്യമായി വിലയിരുത്തി അതിൻ്റെയൊക്കെ ആധികാരികത ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ അതിനൊക്കെ തലവെച്ച് കൊടുക്കാവൂ. അല്ലെങ്കിൽ കയ്യിലുള്ള കാശും പോകും, പിന്നെ കേസിന് പിന്നാലെ നടക്കേണ്ടിയും വരും എന്നതാണ് നമ്മളിപ്പോൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ